ARM സിനിമയുടെ വ്യാജ പതിപ്പ് ഷൂട്ട് ചെയ്തത് കോയമ്പത്തൂരിലെ തിയേറ്ററിൽ നിന്നെന്ന് കണ്ടെത്തൽ. കൊച്ചി സൈബർ പോലീസ് കോയമ്പത്തൂരിലെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ് റോക്കേഴ്സിൽപ്പെട്ട 2 പേർ നിരീക്ഷണത്തിലാണ്. ചിത്രം പുറത്തിറങ്ങിയ 2ാം ദിവസമാണ് വ്യാജ പതിപ്പ് ടെലിഗ്രാമിലെത്തിയത്. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, സംവിധായകൻ ജിതിൻ ലാൽ ഈ സിനിമ പുറത്തിറങ്ങിയ തൊട്ടടുത്ത ദിവസം തന്നെ ട്രെയിനിൽ ഒരാൾ ഈ സിനിമ ഫോണിൽ കാണുന്ന ദൃശ്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ അന്വേഷണം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് വീണ്ടും ഇതൊരു തമിഴ് റോക്കേഴ്സിന്റെ പണി എന്ന് വ്യക്തമാവുകയാണോ? ഗൂഗിൾ നേരത്തെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ വ്യാജപതിപ്പ് പുറത്തിറങ്ങിയിരുന്നു. ആ സംഘത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചിരുന്നത്. ആ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോയമ്പത്തൂരിലാണ്. കൊച്ചി സൈബർ പോലീസിന്റെ ഒരു ടീം കോയമ്പത്തൂരിൽ എത്തിയിട്ടുണ്ട്. ഈ ചിത്രം അപ്ലോഡ് ചെയ്തത് കോയമ്പത്തൂരിലെ ഒരു തിയേറ്ററിൽ നിന്നാണ് എന്ന് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇങ്ങോട്ടേക്ക് തിയേറ്ററിലേക്ക് എത്താൻ അവിടെ ടിക്കറ്റ് എടുത്തത് കാശ്മീരിൽ നിന്നാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ് റോക്കേഴ്സ് തന്നെ എന്നാണ് വിലയിരുത്തൽ. ഇതിൽ 2 പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നോ നാളെയായി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അവരിലേക്കെല്ലാം എത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൗത്യമാണ്. കാരണം തമിഴ് റോക്കേഴ്സ് സിനിമകൾ അപ്ലോഡ് ചെയ്യുന്നത് പുറത്തുനിന്ന്, വിദേശത്തു നിന്നാണ്. സാധാരണഗതിയിൽ അത്തരം വിദേശത്തു നിന്നാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ IP അഡ്രസ്സൊക്കെ കണ്ടെത്തി കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ നിലവിൽ 2 പേരിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ഗൂഗിൾ ശരി, ഏതായാലും ARM വിജയകരമായി ഓടുന്ന ചിത്രം അതിൻ്റെ പുറത്തിറങ്ങിയ 2ാം ദിവസമാണ് ഇത്തരത്തിലൊരു വ്യാജ പതിപ്പ് പ്രചരിച്ചത്. ഏതായാലും അതിൽ തമിഴ് റോക്കേഴ്സിലേക്ക് തന്നെയാണ് ഇത്തവണയും അന്വേഷണം എത്തുന്നത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.